ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ള വലിയൊരു ആക്ഷേപം അതായിരുന്നു. ഓക്കിയുടെ കാലത്ത് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന്. ഏതാണ്ട് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടാകുന്നത്. മാറണല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സഹകരണ മേഖലയിൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില പുഴുക്കുത്തുകൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അത് കരുവന്നൂരാണെങ്കിലും കണ്ടലയാണെങ്കിലും അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനർത്ഥം അതിന്റെ പേരിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വിശ്വാസ തകർച്ചയുടെ ഒരു ധാരണ സഹകരണ മേഖലയെക്കുറിച്ച് ഉണ്ടായി വരുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു വലിയ ഒരു അടിത്തറയാണ് സഹകരണ മേഖല. അപ്പോൾ സഹകരണ മേഖലയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചത്. അല്ല, എന്തുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉയർത്തുന്ന ചോദ്യം. കാരണം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. 2018 മുതൽ ഇങ്ങോട്ട് നിരവധി തവണ ഓക്കി തൊട്ട് നിരവധി തവണ ഈ തരത്തിലുള്ള സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ എന്തുകൊണ്ട് സർക്കാരുകൾ പരാജയപ്പെടുന്നു? ദിവസങ്ങളോളം ആളുകളെ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ആളുകളെ കാണാതായതിനു ശേഷവും അവരെ കണ്ടെത്തുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാരിന്റെ കാലത്ത് എൻ്റെ ഒരു ഓർമ്മ 2000 കോടിയുടെ മറ്റോ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതികളൊക്കെ എവിടെ എത്തി? ഈ കാര്യങ്ങൾ ദുരന്തമുണ്ടാകുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് രാഷ്ട്രീയം പറയുന്നു എന്ന് ആരും ആക്ഷേപിക്കരുത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാർ മാറി വന്നിട്ടും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ നമ്മുടെ മുതലപ്പുഴ തൊട്ട് അങ്ങോട്ടുള്ള തീരപ്രദേശങ്ങളിലുള്ള ആളുകളും അതോടൊപ്പം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളിലുള്ള ആളുകളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ള വലിയൊരു ആക്ഷേപം അതായിരുന്നു. ഓക്കിയുടെ കാലത്ത് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന്. ഏതാണ്ട് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഭരണമാറ്റം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ അർജുനായെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കം വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ട്, എന്നിട്ടും പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, അതുകൊണ്ട് ക്രിമിനലുകൾ നാട്ടിൽ വിലസി നടക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. പോലീസിന് എന്ത് ചെയ്യണമെന്ന് ഒന്നുകിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് ഇപ്പോഴും പോലീസ് എത്തിയിട്ടില്ല. ഇതിൽ ഏത് സാഹചര്യമാണ് എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തണം, സർക്കാർ വിലയിരുത്തണം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരും പരിശ്രമിക്കണം.